RS ഫുട്ബോൾ ഫാമിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ മാനുപ്രേക്ഷകർക്കും സ്വാഗതം. നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് ഇന്നലെയോട് കൂടിയിട്ട് ചാമ്പ്യൻസ് ലീഗിൽ 7 റൗണ്ട് മത്സരങ്ങൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവസാനത്തെ ഒരു റൗണ്ട് മത്സരങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. കൂടി നമ്മുടെ റൗണ്ട് ഓഫ് 16 ഉള്ള ടീംസുകളെ ഏതൊക്കെയാണെന്ന് അറിയാൻ പറ്റും. അതെ, റൗണ്ട് ഓഫ് 16 ഉള്ള ടീമുകൾ മാത്രമല്ല, അവസാനത്തെ റൗണ്ട് മത്സരങ്ങൾ കഴിയുന്നതോട് കൂടിയിട്ട് 8 പൊസിഷനിലുള്ള അവർക്ക് നേരിട്ട് റൗണ്ട് ഓഫ് 16ലേക്ക് കയറാൻ പറ്റും. അപ്പോൾ അടുത്ത ബാക്കിയുള്ള കുറെ ടീമുകൾ പ്ലേ ഓഫ് കളിച്ചിട്ട് വേണം വരണമെങ്കിൽ. അപ്പൊ അവർക്ക് ഒരു കളി കൂടുതൽ കളിക്കേണ്ടി വരും. അപ്പൊ റൈഹാൻ, നമുക്ക് ഇപ്പോ ഇതിൽ 8 ടീമുകൾ ആരൊക്കെയാണ് ചാൻസ് ഉള്ളത് നോക്കാം. ഓൾറെഡി 2 ടീമുകൾ അത് ആരൊക്കെയാന്ന് വെച്ചാൽ ആഴ്സണലും ബയൺ മ്യൂണിക്കും ഓൾറെഡി റൗണ്ട് ഓഫ് 16 കയറി. ഇനി 6 ടീമുകൾക്ക് ആ 8ലേക്ക് കയറാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതിനുവേണ്ടി മത്സരിക്കുന്നത്. അപ്പൊ ഞാൻ ഏതൊക്കെയാണ് ഈ ടീമുകൾ ഈ ഫസ്റ്റ് ഈ 8 പൊസിഷനിൽ 2 ആയാലും ആഴ്സണലും ബയൺ മ്യൂണിക്കും ആയിട്ട് ഇനി 6 ചാൻസ് ആർക്കൊക്കെയാണ് ഉള്ളത്? 6 ചാൻസ് വെച്ചാൽ ഇത് പറയാൻ പറ്റില്ല. കാരണം എല്ലാ ടീമുകളും 14ാം സ്ഥാനത്ത് വരെ ഉള്ള ടീമുകൾ വരെ ഓരോരോ പോയിന്റിന് വ്യത്യാസമുള്ളൂ. അപ്പൊ ആർക്ക് വേണമെങ്കിലും കയറാം. അതെ, 13 പോയിന്റ് ഉള്ള 8 ടീമുകൾ ഉണ്ട് അല്ലെ. അപ്പൊ ഏതൊക്കെയാണ് ഇനി പോയിന്റ് ടേബിളിൽ 3ാം സ്ഥാനം മുതലുള്ള ടീമുകൾ ആയിരിക്കും? നമ്മളുടെ 3ാം സ്ഥാനത്ത് 4ാം സ്ഥാനത്തായിട്ടുള്ള റയൽ മാഡ്രിഡ് ആൻഡ് ലിവർപൂളിന് 15 പോയിന്റ് വെച്ചിട്ടാണ് ഉള്ളത്. അതിനുശേഷം ടോട്ടനം ഹോട്ട്സ്പർ 5ാം സ്ഥാനത്തുണ്ട്, അവർക്ക് 14 പോയിന്റ് ഉണ്ട്. പിന്നെ ബാക്കിയുള്ള 8 ടീമുകൾ ഫുള്ള് 13 പോയിന്റ്. അതെ, ആ 8 ടീമുകളിൽ ഈ 8 ടീമുകളല്ല, ബാക്കി ഇപ്പൊ 8-3 11 ടീമുകൾ ആർക്ക് വേണമെങ്കിലും ഈ 8ലേക്ക് വരാനുള്ള ചാൻസ് ഉണ്ട്. നമുക്ക് ആ 8 ടീം ആരൊക്കെ നോക്കിക്കഴിഞ്ഞാൽ 13 പോയിന്റുമായിട്ട് PSG ഉണ്ട്, അതേപോലെ തന്നെ ന്യൂകാസിൽ 13 പോയിന്റാണ്, ചെൽസിക്ക് 13 പോയിന്റാണ്, ബാഴ്സലോണയ്ക്ക്, അതേപോലെ സ്പോർട്ടിംഗ് CPക്ക് 13 പോയിന്റാണ്, മാഞ്ചസ്റ്റർ സിറ്റിക്ക് 13 പോയിന്റാണ്, അറ്റ്ലാന്റിക്കോ മഡ്രിഡിന് 13 പോയിന്റാണ്, അറ്റ്ലാന്റിക്ക് 13 പോയിന്റ്. അതിന് താഴെ ഇന്റർ മിലാനും ജുവന്റസും ഉണ്ട് 12 പോയിന്റ് എടുക്കാം. അപ്പൊ 12 പോയിന്റ് കൂടെ 3 പോയിന്റ് കൂടി കൂടി കഴിഞ്ഞാൽ 15 ആയി. അത് ഗോൾ ശരാശരിയിൽ പിന്നെ ബാക്കിയുള്ള ടീമുകളുടെ ഒക്കെ ഇതിനനുസരിച്ചായിരിക്കും ആ 2 ടീമുണ്ട് ഇന്ററിന്റെയും ജുവന്റസിന്റെയും ആ 8ലേക്കുള്ള പ്രവേശനം അങ്ങനെ ആയിരിക്കും. പക്ഷേ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഈ PSG മുതൽ അറ്റ്ലാന്റ വരെയുള്ള ടീമുകൾ 8 ടീമുകൾക്ക് 50 ചാൻസുകളാണ്. അപ്പൊ എന്താന്ന് പറഞ്ഞാല് ഇതിൽ കളി നടക്കാൻ പോകുന്നത് അതിൽ ഏറ്റവും വലിയ ടിസ്റ്റ് നടക്കുന്നത് എന്താ അറിയോ? നമ്മുടെ ന്യൂകാസിൽ യുണൈറ്റഡും PSG തമ്മിൽ മത്സരം വരുന്നുണ്ട്. അപ്പൊ അവർക്ക് ആരെങ്കിലും ഒരാൾക്ക് അവര് സമനിലയായി കഴിഞ്ഞാൽ മറ്റുള്ള ടീമുകൾക്ക് ഒന്നുകൂടെ ചാൻസ് ആയിരിക്കും. അല്ലാത്ത പക്ഷം അവരിൽ ആരെങ്കിലും ഒരു ടീമാണ് ഇതിന് 8ലേക്ക് നിൽക്കുള്ളൂ. ഇതിൽ വേറെ ട്വിസ്റ്റ് ഉണ്ട്. എന്താ കാരണം എന്ന് പറഞ്ഞാല് PSG-യും ന്യൂകാസിലും തമ്മിൽ ഒരു മത്സരം വരുന്നുണ്ട്. അപ്പൊ ന്യൂകാസിൽ ജയിക്കുകയാണെങ്കിൽ ന്യൂകാസിൽ കയറും, അതേപോലെ PSG ജയിക്കുകയാണെങ്കിൽ PSG കയറും. അപ്പൊ മറ്റുള്ള ടീമുകൾ ആഗ്രഹിക്കുന്ന എന്താണ്, താഴെയുള്ള ബാഴ്സലോണയും ചെൽസിയും മാഞ്ചസ്റ്റർ സിറ്റി അറ്റാക്കിംഗ് വിട്ടിട്ടൊക്കെ അവരുടെയൊക്കെ ഫാൻസ് ആഗ്രഹിക്കുന്നതാണ് ഇവര് തമ്മിൽ സമനിലയായി വരുന്നത്. 2 ടീമിന് ഇവർക്ക് രണ്ടാൾക്ക് കയറാൻ പറ്റില്ല. എന്താ പറഞ്ഞാല് ഓരോ പോയിന്റ് ആയിട്ടാണ് വരിക. അപ്പൊ 14 പോയിന്റ് ആവും, ബാക്കി 15 പോയിന്റ് അടിക്കുന്നവർക്ക് സുഖമായിട്ട് കയറാൻ പറ്റും. പിന്നെ നോക്കുകയാണെങ്കിൽ ചെൽസിക്ക് വരുന്നത് നെപ്പോളിയാണ്. അപ്പൊ ചെൽസിക്കും കുറച്ച് ടഫാണ്. നെപ്പോളിയുടെ ഹോം ഗ്രൗണ്ടിൽ വെച്ചാണ് ആ മത്സരം നടക്കുന്നത്. അപ്പൊ അത് കുറച്ച് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള കളിയാണ്. പിന്നെ ബാഴ്സലോണയ്ക്ക് ഉള്ള കളി, ബാഴ്സലോണയ്ക്കുള്ള ചാൻസ് എന്ന് പറഞ്ഞാൽ കോപ്പൻഹാഗ് ആണ്. അതിൽ ആകെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഡിജോണും പെഡ്രിയും ബാഴ്സലോണയ്ക്ക് വേണ്ടി കളിക്കില്ല എന്നുള്ളൊരു കാര്യമാണ്. അപ്പൊ ബാഴ്സലോണ എത്രത്തോളം ഇതാണ് അവരോട് ജയിക്കാൻ പറ്റുക എന്നുള്ളത്. ഗോൾ ശരാശരി അത് കുറവിലാണ് നിൽക്കുന്നത്. ചെൽസിയും അതേപോലെ PSG-യും ന്യൂകാസിലൊക്കെ ടോട്ടനം ഹോട്ട്സ്പർ ഒക്കെ ഒരു പിടി ബാഴ്സയെക്കാളും മുന്നിലെ ഗോൾ ശരാശരി നിൽക്കുന്നത്. ബാഴ്സയ്ക്ക് ജയിക്കും, അതേപോലെ തന്നെ മറ്റൊരു ടീമുകളുടെ ഇത് നോക്കിയിട്ടാണ് ബാഴ്സയുടെ 8ലേക്കുള്ള റയലിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ ബെൻഫിക്കാനെ ഹോം ഗ്രൗണ്ടിൽ വെച്ചിട്ട് റയലിനെ സിമ്പിൾ ആയിട്ട് ജയിക്കാൻ പറ്റുമോ? അത് ഒന്നും പറയാൻ പറ്റില്ല. ചാമ്പ്യൻസ് ലീഗിൽ ഇപ്പൊ കഴിഞ്ഞ കളിയിൽ അവസാനം 6 ആടിയിട്ടാണ് 6-1. പിന്നെ ഒരു കാര്യം, ബാർസലോണ യൂറോപ്പിലെ ഹൈലൈൻ നടക്കില്ല. അത് തീർച്ചയായിട്ടും എന്താണ് കഴിഞ്ഞ ഈ ചാമ്പ്യൻസ് ലീഗിൽ 7 മത്സരവും കഴിഞ്ഞ ചാമ്പ്യൻസ് ലീഗിൽ 3 മത്സരത്തിലും ഇവര് എല്ലാ ടീമുകളായിട്ടും ഗോൾസ് വഴങ്ങിയിട്ടുണ്ടെന്നുള്ള കാര്യമാണ്. അപ്പൊ ഹൈലൈനും മാത്രം എന്താ പറഞ്ഞാൽ യൂറോപ്യൻ ടീമുകൾ പറഞ്ഞാൽ അവര് ടാക്ടിക്കലായിട്ടും അതേപോലെ തന്നെ എഞ്ചിനീയറിംഗ് പരമായിട്ട് എല്ലാ കാര്യങ്ങളും പഠിച്ചിട്ടാണ് ഒരു ടീമിനെ എതിർക്കുക. ഇന്നലെ കണ്ടില്ല ആ സ്ലാവിയ പ്രാഹയുടെ കൂടെ ബാഴ്സലോണയുടെ കളി, ഫസ്റ്റ് 2 ഗോളാ വഴങ്ങി. ആ ടൈമിൽ 2-2 നിന്ന് എന്നിട്ടാണ് അവസാനം 4-2 അടിച്ചത്. അതേപോലെ ഈ സീസണിൽ 7-8 മത്സരങ്ങളായി ഇവര് കംബാക്ക് നടത്തിയിട്ട് വരുന്നത്. ആദ്യം അടിക്കും, എതിർ ടീം ഗോൾ അടിക്കും, പക്ഷെ കളി കഴിയുമ്പോൾ ബാഴ്സലോണ വിജയിക്കുന്നു. അതെന്താ പറഞ്ഞാൽ ബാഴ്സലോണ ആ ഒന്ന് ചത്തിട്ടുണ്ടോ എന്ന് തീരുമാനിച്ചിട്ട് കളി അവസാനിപ്പിക്കണം. അത് വരെ അവര് പൊരിച്ചിട്ടുണ്ട്. പക്ഷെ ഡിഫൻസിൽ കുറെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. യൂറോപ്പാണ്, ചാമ്പ്യൻസ് ലീഗ് ആണ്, അതേപോലെ ലാ ലീഗും കോപ്പ ഡെൽ റേ ഒന്നല്ല. അവിടെ കട്ടുകട്ടിയാണ്. അപ്പോൾ ഇനിയുള്ള മത്സരങ്ങൾ മുന്നോട്ട് ബാഴ്സയ്ക്ക് പോകണമെങ്കിൽ ഡിഫൻസിൽ എന്തായാലും ബാഴ്സ, ഞാൻ ഇന്നത്തെ വീഡിയോ സംസാരിച്ചിട്ടുണ്ട്. അപ്പൊ ഡിഫൻസിൽ ബാഴ്സ നല്ലപോലെ കാര്യങ്ങൾ വെക്കണം. നമുക്ക് ഇവിടെ പോയിന്റ് ടേബിൾ ഒന്ന് പരിശോധിച്ച് നോക്കിയാലോ? പോയിന്റ് ടേബിളിലേക്ക് നോക്കുകയാണെങ്കിൽ 1ാം സ്ഥാനത്തുള്ളത് ആഴ്സണലാണ് ഉള്ളത്. ആഴ്സണൽ 7 മത്സരങ്ങൾ കഴിച്ചപ്പോൾ 7 മത്സരം ജയിച്ചിട്ട് 21 പോയിന്റുമായിട്ടാണ്. 20 ഗോളുകൾ അടിച്ചപ്പോൾ 2 ഗോളുകൾ മാത്രം വഴങ്ങിയിട്ടുള്ളൂ. അത് ഇന്നലെ ഞാൻ നടന്ന ഇന്ററിന്റെ മത്സരത്തിലും ലിവർപൂൾ ആയിട്ടുള്ള ബയൺ മ്യൂണിക് ആയിട്ടുള്ള മത്സരത്തിൽ ഈ 2 മത്സരത്തിലാണ് അവർ ഗോൾ വഴങ്ങിയിട്ടുള്ളത്. അതുകൊണ്ടാണ് ഇപ്രാവശ്യം ഞാൻ ഏറ്റവും കൂടുതൽ കിരീട സാധ്യത കൽപ്പിക്കുന്നത് ആഴ്സണലാണ്. കുറെ പേര് കമന്റില് 46.3 സംതിങ് ചാൻസ് ഉണ്ട് ഇത് അടിക്കാനുള്ള ചാൻസ് അല്ലെ. അപ്പോ അടുത്ത 2ാം സ്ഥാനത്തുള്ള ബയൺ മ്യൂണിക്കാണ്. 7 മത്സരങ്ങളിൽ നിന്ന് 6 വിജയവും 1 തോൽവിയും. അത്
തോറ്റിരിക്കുന്ന ആഴ്സണലിന്റെ കൂടെയാണ്. 18 പോയിന്റുമായിട്ട് 20 ഗോളുകൾ അടിച്ചപ്പോൾ 7 ഗോളുകളെ വഴങ്ങിയിട്ടുള്ളൂ. ഈ രണ്ട് ടീമുകളും സെമിയിൽ ക്വാളിഫൈ ആയിട്ടുണ്ട്. സെമിയിൽ എന്തായാലും എന്റെ ഒരു കാഴ്ചപ്പാടിൽ സെമിയിൽ ഇവർ ഉണ്ടാവും എന്ന് പറയുന്നുണ്ട്. എനിക്ക് അതിൽ ഏകദേശം ഒരു 95% ചാൻസ് ഉള്ള ടീമാണ്. എന്താ പറഞ്ഞാൽ അവർ കൺസിസ്റ്റൻസി ആയിട്ട് കളിക്കുന്നുണ്ട്. അതെ, അവര് കറക്റ്റ് ആയിട്ട് അങ്ങനെ ഒരു കളി വരുന്നുണ്ട്. അവരുടെ കളി രീതി തന്നെ നോക്കുകയാണെങ്കിൽ നല്ല ഒരു സെറ്റ് കളിയാണ്. കാരണം ഇതുവരെ ആഴ്സണൽ 2 ഗോള് വഴങ്ങിയിട്ടുള്ളൂ. അത് മെയിൻ ആയിട്ടുള്ള അവരുടെ ഡിഫൻസിന്റെ ഒരു എല്ലാരും പറയും ബസ് പാർക്ക് ചെയ്തൊക്കെയാണ്. ആഴ്സണൽ ബസ് പാർക്ക് ചെയ്യാതെയാണ് ഇങ്ങനെയൊക്കെ കളിക്കുന്നത്. അവര് പരമാവധി അവരുടെ മിഡ്ഫീൽഡ് ആയിക്കോട്ടെ, ആ ബോൾ ഇത് ചെയ്യുന്നു. അതേപോലെ ഗോൾ കീപ്പർ റയാന്റെ പെർഫോമൻസ് ഗംഭീര പെർഫോമൻസ് ആണ്. അപ്പൊ അതുകൊണ്ടാണ് മൂന്നാം സ്ഥാനത്തുള്ള റയൽ മാഡ്രിഡ് 7 മത്സരങ്ങളിൽ നിന്ന് 5 വിജയവും 2 തോൽവിയടക്കം 15 പോയിന്റുമായിട്ട്. അതേപോലെ തന്നെ 4ാം സ്ഥാനത്തുള്ള ലിവർപൂൾ 7 മത്സരം കംപ്ലീറ്റ് ചെയ്തപ്പോൾ 5 വിജയവും 2 തോൽവിയടക്കം 15 പോയിന്റുമായിട്ടുണ്ട്. അപ്പൊ ഈ രണ്ട് ടീമുകളുടെ കാര്യം എന്താണെന്ന് പറഞ്ഞാല് ഇവർക്ക് ഒരു സ്ഥിരതയില്ലാത്ത പ്രകടനമാണ് ഇപ്പൊ കാഴ്ചവെക്കുന്നത്. ഈ ചാമ്പ്യൻസ് ലീഗിൽ റയലിന്റെ മിന്നും ഫോമാണ്, 2 മത്സരത്തിൽ പരാജയപ്പെട്ടിട്ടുണ്ടെന്നൊക്കെയാണ്. പക്ഷെ അവർക്ക് ഇപ്പൊ കോച്ചിന്റെ സാബിയെ സാക്ക് ചെയ്ത പ്രശ്നങ്ങൾ, പുതിയ കോച്ചിന് അതെ. ലിവർപൂളിലുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ സീസണിൽ ഒരു തുടർച്ചയായിട്ടുള്ള വിജയങ്ങളോ അങ്ങനെയൊന്നും ഇല്ല. ചില മത്സരങ്ങൾ തോൽക്കുന്നുണ്ട്, ചില മത്സരങ്ങൾ ജയിക്കുന്നുണ്ട്. ഇപ്പോൾ അവസാനം നടന്ന മത്സരത്തിൽ ഗംഭീര തിരിച്ചുവരവ് റയലിൽ ഉണ്ടായിരിക്കുന്നു. അതേപോലെ തന്നെ ലിവർപൂളിന്റെ ഗംഭീര തിരിച്ചുവരവ് നടത്തിയിരിക്കുന്നത്. 6-1 റയൽ മാഡ്രിഡ് ജയിച്ചപ്പോ 3-0 ലിവർപൂൾ ജയിക്കുന്നത്. ഇതിനു മുമ്പ് നടന്ന റയലിന്റെ മത്സരത്തിൽ അവര് കോപ്പ ഡെൽ റേയിൽ പരാജയപ്പെട്ടു, പുറത്താവുന്നു. അതും സെക്കൻഡ് ഡിവിഷനായ ലീഗിൽ കളിക്കുന്ന 17ാം സ്ഥാനത്തുള്ള ടീമിനോടാണ് പുറത്താവുന്നത്. അതേപോലെ അവര് സ്പാനിഷ് സൂപ്പർ കപ്പ് ഫൈനലിൽ ബാഴ്സലോണയോട് പരാജയപ്പെട്ടു. ചുരുക്കി പറയുന്നത് അതെ, അതില്ലാതെ പോകുന്ന സമയത്ത് എന്ത് സംഭവിക്കും? ഇപ്പൊ ഈ സീസണിൽ നിൽക്കുന്നിടത്തോളം ഈ കളിയിൽ ടോപ്പ് ലെവലിൽ നിൽക്കുന്ന ബയൺ മ്യൂണിക്കും ആഴ്സണലാണ്. അതിൽ ഒരു പിടി മെച്ചം എന്ന് പറഞ്ഞാൽ ഗോൾ സ്കോറൊക്കെ ചെയ്തിട്ടുണ്ട്, അതേപോലെ കുറെ ഗോൾ വഴങ്ങിയിട്ടുണ്ടെങ്കിലും ബയൺ മ്യൂണിക്കിന്റെ കാര്യത്തിൽ എനിക്ക് കുറച്ചുകൂടെ ഇതാണ്. ആഴ്സണല് അവസാനം കാലോട്ട് അടിക്കുന്ന ഒരു പരിപാടിയൊക്കെ ഉണ്ടല്ലോ, അപ്പൊ അത് പറയാൻ പറ്റില്ല. 5ാം സ്ഥാനത്തുള്ള ടോട്ടൻഹാം ഹോട്ട്സ്പർ ആണ്. അവര് 7 മത്സരങ്ങൾ കംപ്ലീറ്റ് ചെയ്തപ്പോൾ 4 വിജയവും 2 സമനിലയും 1 തോൽവിയടക്കം 14 പോയിന്റുമായിട്ട് ഇവര് നിൽക്കുന്നുണ്ട്. അപ്പോൾ ടോട്ടൻഹാം ഹോട്ട്സ്പർ ഇതുവരെ അവരുടെ ഹോം ഗ്രൗണ്ടിൽ പരാജയപ്പെട്ടിട്ടില്ല ഈ ചാമ്പ്യൻസ് ലീഗിൽ. അതേപോലെ തന്നെ അവർക്ക് എന്താണ് ചാൻസ് എന്ന് പറഞ്ഞാൽ അവർക്ക് ഇനി അടുത്ത കളി ജയിക്കുകയാണെങ്കിൽ തന്നെ ഉറപ്പായിട്ട് അവര് അടുത്തേക്ക് കയറാൻ പറ്റും. വേറെ മറ്റുള്ള ടീമുകളുടെ ഒന്നും നോക്കണ്ട. എന്ന് പറഞ്ഞാൽ 14-17 പോയിന്റ്. അതെ, 16 മറ്റുള്ള ടീമുകൾക്ക് 16 എടുക്കുകയാണെങ്കിൽ ബാക്കിയുള്ളൂ. ഇനി നോക്കുകയാണെങ്കിൽ നമ്മൾ PSG ടീമുകൾ ഇതേ ഫോർമാറ്റിലാണ് ഒരു 13 ഇതായിട്ട് അതില് ഗോൾ ശരാശരിയാണ് പ്രശ്നം വരുന്നത്. എന്താ പറഞ്ഞാല് PSG നോക്കുകയാണെങ്കിൽ 20 ഗോൾ അടിച്ചപ്പോ 10 ഗോൾ വഴങ്ങിയിട്ടുണ്ട്. ന്യൂകാസൽ യുണൈറ്റഡ് 16 ഗോളുകൾ അടിച്ചപ്പോൾ 6 ഗോളുകൾ വഴങ്ങിയിട്ടുണ്ട്. ചെൽസി 14 ഗോളുകൾ അടിച്ചപ്പോൾ 8 ഗോളുകൾ വഴങ്ങിയിട്ടുണ്ട്. ബാഴ്സലോണ 18 ഗോളുകൾ അടിച്ചപ്പോൾ 13 ഗോളുകൾ വഴങ്ങിയിട്ടുണ്ട്. സ്പോർട്ടിംഗ് CP 14 ഗോളുകൾ അടിച്ചപ്പോൾ 9 ഗോൾ വഴങ്ങിയിട്ടുണ്ട്. മാഞ്ചസ്റ്റർ സിറ്റി 13 ഗോൾ അടിച്ചപ്പോൾ 9 ഗോൾ വഴങ്ങിയിട്ടുണ്ട്. അപ്പൊ ഗോൾ ശരാശരി മെയിൻ ഒരു ഫാക്ട് ആണ്. ഇവരെല്ലാരും 7 മത്സരം കളിച്ചപ്പോൾ 4 മത്സരത്തിൽ വിജയം, 1 മത്സരം സമനില, 2 തോൽവികളിലൂടെ എല്ലാവരും ഈ ഇത്തരം ടീമുകൾ. പിന്നെയുള്ള ചാൻസ് എന്ന് പറഞ്ഞാല് ജുവന്റസിനും അതേപോലെ ഇന്ററിനുമാണ്. അവര് 12 പക്ഷെ അവർക്ക് ഭയങ്കര ടാസ്ക് ആണ്. എന്താ കാരണം എന്ന് പറഞ്ഞാല് ഈ മറ്റുള്ള ടീമുകളുടെ സമനില അതല്ലെങ്കിൽ തോൽവി അടയണം. കാരണം ഇവര് 1 പോയിന്റിന്റെ പുറകിലാണ്. ഇപ്പൊ നമ്മള് ഇവന് ന്യൂകാസലിന്റെ കാര്യം പറഞ്ഞ ടോട്ടൻഹാം ഹോട്ട്സ്പറിന്റെ കാര്യം പറഞ്ഞപ്പോ സ്പേഴ്സ് 1 പോയിന്റ് ജയിച്ചാൽ 1 പോയിന്റ് അധികമായത് കാരണം നമ്മൾ ബാഴ്സലോണയ്ക്കോ അവർക്കോ സ്പേഴ്സിന് തൊടാൻ കഴിയില്ല. അതെ, പിന്നെ ഒരു കാരണം എന്ന് പറഞ്ഞാൽ ഈ 8 സ്ഥാനം കിട്ടാന്ന് ഇപ്പോഴത്തെ ഒരു അഡ്വാൻറ്റേജ് ഒക്കെ ശരിയാണ്. അവർക്ക് നേരിട്ട് റൗണ്ട് ഓഫ് 16 കയറാൻ പറ്റും. അടുത്തുള്ളവർക്ക് നോക്കൌട്ട് റൗണ്ട് കളിച്ചിട്ട് വരണം എന്നുള്ളതാണ്. പക്ഷെ കഴിഞ്ഞ സീസണിൽ PSG കപ്പടിക്കുമ്പോൾ അവിടെ ഉണ്ടായിരുന്നു 14-16 സ്ഥാനത്ത് ഉണ്ടായിരുന്ന PSG ആണ് വന്ന് കപ്പെടുത്തത്. അപ്പോ ഈ 8ാം സ്ഥാനത്തിലുള്ള കഴിയൊന്നുമില്ല. അവര് നോക്കൌട്ട് കളിച്ച് വരുമ്പോഴും സെമി ഫൈനലും ക്വാർട്ടർ ഫൈനലും അതേപോലെ പ്രീ ക്വാർട്ടർ ഒക്കെ കഴിഞ്ഞ് വരുമ്പോൾ സമയത്ത് അത് കട്ടിയാവും മത്സരങ്ങൾ. അപ്പോൾ ആ ഒരു ഫിക്ചറിനനുസരിച്ചായിരിക്കും. കഴിഞ്ഞ സീസൺ നോക്കിക്കഴിഞ്ഞാൽ സെമിയിൽ എത്തിയത് ബാഴ്സലോണയും PSG-യും ഇന്ററും ആഴ്സണലും. ഇവർ 4 ടീമും എത്തിയത്. പക്ഷെ അവസാനം സെമിയിൽ ആഴ്സണൽ കാലോട്ട് ഉടച്ചു. അതേപോലെ തന്നെ ബാഴ്സലോണ ഇന്റർ മിലാനായിട്ട് പൊരുതി അവസാനത്തെ ആ ഒരു ഗോളിൽ പരാജയപ്പെട്ടിട്ട് പോകുന്നു. പക്ഷെ ഫൈനലിൽ ഭയങ്കര നിരാശാജനകമായ ഒരു ഫൈനലിൽ നടന്ന് 5-0 പരാജയപ്പെട്ട് PSG-യുടെ അഴിഞ്ഞാട്ടായിരുന്നു കഴിഞ്ഞ സീസണിൽ ലൂയിസ് എൻറിക്കിന്റെ കീഴിൽ ട്രിബിളും എല്ലാം അടിച്ചു കൂട്ടി ആകെ മിസ്സായത് ഇവർക്ക് എന്താ പ്രശ്നം എന്ന് പറഞ്ഞാല് മറ്റേ ക്ലബ് വേൾഡ് കപ്പിൽ ചെൽസിയോട് ഫൈനലിൽ പരാജയം. അതിലും ഫൈനലിൽ എത്തിയിട്ടുണ്ട്. ടോപ്പ് നോച്ച് പെർഫോമൻസ് ആണ് അവർ എടുത്തിട്ടുള്ളത്, അതിൽ യാതൊരു സംശയമില്ല. അപ്പൊ ഈ സീസണിൽ സെമി ഫൈനലിൽ കളിക്കാൻ പോകുന്ന 4 ടീം ആയിരിക്കാന്ന് അറിയാം. ഈ സീസണിൽ നോക്കുകയാണെങ്കിൽ നല്ല പെർഫോമൻസ് ഇപ്പോഴത്തെ സ്റ്റാൻഡേർഡ് നോക്കുകയാണെങ്കിൽ ആഴ്സണൽ എന്തായാലും ഉണ്ടാവണം. കാരണം അവന്റെ ഫോമും പിന്നെ അവന്റെ ഡിഫൻസ്. നിങ്ങൾക്ക് ആരാ ഫസ്റ്റ് ഓപ്ഷൻ? ഞാൻ പറയും, നിന്റെ 4 പറഞ്ഞത് ഞാൻ പറയാം. ആഴ്സണൽ നന്നായി. പിന്നെ നോക്കുകയാണെങ്കിൽ ചിലപ്പോ ബാർസ അല്ലെങ്കിൽ ചെൽസി. ബാർസന്റെ കാര്യമൊക്കെ എനിക്ക് സംശയമാണ്. എന്താ പറഞ്ഞാൽ അവരുടെ ഡിഫൻസ് ഭയങ്കര ചെൽസി, റയൽ ഈ 3 ടീമിൽ ഏതെങ്കിലും ഒന്ന് ഉണ്ടാവും.
ചെൽസി ഒക്കെ ചാൻസ് ഉണ്ടോ? ചെൽസി ചെൽസി എന്താ അറിയാ, ചെൽസി ടീമുകളോട് തോൽക്കും, വലിയ ടീമുകളോട് വന്ന് ജയിച്ച് കപ്പ്. മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ചെൽസിയൊക്കെ ഈ സീസണിൽ അങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്റെ ഒരു കാഴ്ചപ്പാടില് ബയണും ആഴ്സണലും എന്തായാലും ഉണ്ടാവും. മൂന്നാമത്തെ ഒരു ടീം എന്ന് പറഞ്ഞാൽ റയൽ മാഡ്രിഡിന് ഒരു ചാൻസ് ഉണ്ട്. റയൽ മാഡ്രിഡ് സിറ്റിക്ക് ഒരു നല്ല ചാൻസ് ഉണ്ട്. സിറ്റിക്ക് എനിക്ക് തോന്നുന്നില്ല. സിറ്റി സെമന്റിന് സൈൻ ചെയ്തിട്ട് അവസാനത്തെ കളിയിൽ എവിടെ കിടന്ന ടീമായിട്ടാണ് പരാജയപ്പെട്ടിരിക്കുന്നത് അറിയാം. അവസാനത്തെ മത്സരത്തിൽ പരാജയപ്പെട്ട് സിറ്റി 3-0. ആ കളി കണ്ടു കഴിഞ്ഞാൽ നീ പറയില്ല, കളി കണ്ടിട്ടില്ലല്ലോ, അതുകൊണ്ടാണ്. കളി അങ്ങനത്തെ കളിയാണ് സിറ്റി കളിച്ചുകൊണ്ടിരിക്കുന്നത്. സിറ്റി മില്യൺസ് ഇറക്കിയിട്ട് ഗ്രൗണ്ടിൽ ഇങ്ങനെ പ്ലേയേഴ്സിനെ ഇപ്പോ സെമന്റിന് സൈൻ ചെയ്തപ്പോ ഡിഫൻഡറായിട്ട് ഗുഹേനെ ക്രിസ്റ്റൽ പാലസ് നിന്ന് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ ഗാർഡിയോള ഇങ്ങനെ സൈൻ ചെയ്തുകൊണ്ടിരിക്കും. സൈൻ ചെയ്ത് പൈസ ഇറക്കിയിട്ട് മാത്രം കാര്യമില്ല, ടാക്ടിക്കുകൾ മാറ്റം വരുത്തിയില്ലെങ്കിൽ പണി പാടും. എന്താ പറഞ്ഞാല് ആ കുഞ്ഞൻ ടീമുകളിനെ കൊണ്ട് മാഞ്ചസ്റ്റർ സിറ്റിയുടെ ഹോം സ്റ്റേഡിയം ഉണ്ടല്ലോ, ഇത്തിഹാദിന്റെ കപ്പാസിറ്റി 57,000 എന്നാണ്. അവിടുത്തെ പോപ്പുലേഷനും ആ സെയിമാ. അവിടുത്തെ സ്റ്റേഡിയം നോക്കണമെങ്കിൽ സ്റ്റേഡിയത്തിന് പുറകെ തന്നെ അപ്പാർട്ട്മെന്റ് ഒക്കെ ഉണ്ടായിരുന്നു. അതെ, അപ്പൊ അങ്ങനെ ഉള്ളൊരു ടീമായിട്ടാണ് അവർ ഇങ്ങനെയൊക്കെ കാട്ടിക്കുന്നത്. അപ്പൊ സിറ്റിയുടെ അവസാനത്തെ മത്സരങ്ങൾ നോക്കി കഴിഞ്ഞാൽ മതി, 3 മത്സരങ്ങൾ സമനില, 1 തോൽവി 1 വിജയം. ഇതാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ആയിട്ട്. അതും ഒന്നും അല്ലാതാക്കി കളഞ്ഞ മത്സരമാണ്. മാഞ്ചസ്റ്റർ യുണൈറ്റഡ് എന്നിട്ടാണ് അപ്പൊ നീ സിറ്റിക്ക് ചാൻസ് ഉണ്ടെന്ന് പറയുന്നത്. സിറ്റിക്ക് ചാൻസ് നോക്കുകയാണെങ്കിൽ സിറ്റി പെട്ടെന്ന് കയറി വരും. അത് ഇനി എനിക്ക് തോന്നുന്നില്ല. എന്താ പറഞ്ഞാൽ കഴിഞ്ഞ സീസണിലുള്ള സിറ്റി തന്നെയാണ് ഇപ്പോഴും സിറ്റിക്ക് ഇടയ്ക്ക് കുറച്ച് കളിയൊക്കെ കളിച്ചു എന്ന് പറഞ്ഞാൽ പിന്നെ ഇപ്പൊ അവസാനം വെച്ചിട്ട് വീണ്ടും സിറ്റിയുടെ ഒരു ഇത് പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ അടുത്തൊരു ടീമിൽ ചാൻസ് ഉള്ളതെന്ന് പറഞ്ഞാൽ ഒരുപാട് ടീമുകൾക്ക് ചാൻസ് ഉണ്ട് ഈ ഒരു 4ാമത്തെ പൊസിഷനിലേക്ക്. റയലും അതേപോലെ തന്നെ ബയൺ മ്യൂണിക്കും ആഴ്സണലും. ഈ 4ാമത്തെ ഒരു ടീമിന് ഒരുപാട് ടീമുകൾക്ക്, അതിലെ ബാഴ്സലോണ എത്താം, ചെൽസി എത്താം, അതേപോലെ ലിവർപൂൾ എത്താം. ലിവർപൂളൊക്കെ ഇപ്പൊ നല്ല സ്ഥാനത്തുണ്ട്. അതേപോലെ ടോട്ടൻഹാം ഹോട്ട്സ്പർ എത്താം, ക്രിസ്റ്റൽ പാലസ് എത്താം, മാർക്കോണി എത്താം. എന്താ പറഞ്ഞാൽ നോക്കൌട്ട് റൗണ്ടിൽ ഇപ്പൊ പ്രതീക്ഷിക്കാതെ വന്നിട്ടുള്ളത് സ്പോർട്ടിംഗ് CP ആണ്. അവര് പോർച്ചുഗലിൽ വന്ന ടീമാണ്. അവര് ഗംഭീര പെർഫോമൻസ്. PSG പരാജയപ്പെടുത്തി. PSG 2-1 പരാജയപ്പെടുത്തി. 90 മിനിറ്റ് എക്സ്ട്രാ ടൈമിൽ കിട്ടിയ ഗോളിലാണ് അവർ വിജയിച്ചിരിക്കുന്നത്. അതാണ് ഇപ്പൊ PSG പണിയിട്ട് നിൽക്കുന്നത്. അപ്പൊ നമ്മൾക്ക് ഇവന്റെ അടുത്ത ഫിക്ചർ നോക്കി PSG സാധ്യത എന്താണ്? PSG നമ്മൾ വിട്ടുപോയി. നാലാമത്തെ ഓപ്ഷനാക്കി വെക്കാം. കാരണം PSG ലാസ്റ്റ് സീസൺ ചാമ്പ്യൻസ് ആണ്. അതെ, പക്ഷെ ഈ സീസണിൽ ഇപ്പൊ അവര് അവിടുത്തെ ഫ്രഞ്ച് കപ്പ് നിന്ന് പുറത്തായി. ലീഗിൽ ഇപ്പൊ 2ാം സ്ഥാനത്ത് തുടരുന്നത്. അതേപോലെ തന്നെ ചാമ്പ്യൻസ് ലീഗിലും വലിയ പെർഫോമൻസ് ആയിട്ടല്ല നടന്നത്. ഇപ്പൊ സ്പോർട്ടിംഗ് CP ആയിട്ടാണ് അവസാന മത്സരം പരാജയപ്പെട്ട്. ഏത് ലോകത്ത് നിന്നും വരും. കാരണം PSG 8ാം സ്ഥാനത്തല്ല. അത് ഓക്കെയാണ്. പക്ഷെ ഈ സീസണിൽ നോക്കിയല്ലേ ലീഗിലും ഭയങ്കര മോശമാണ്. അതേപോലെ അവിടുത്തെ കപ്പ് എന്നൊക്കെ പുറത്തായിട്ടുണ്ട്. ബേസിക്കലി 6 വേണമെങ്കിൽ വരാം ടോപ്പായിട്ട്. അപ്പൊ നമുക്ക് ഇനി അടുത്ത ആഴ്ച നടക്കാൻ പോകുന്ന കളിയെ കുറിച്ച് നമുക്ക് നോക്കിയാലോ. ഈ മാസം 29-നാണ് 8ാം റൗണ്ടായ അവസാന റൗണ്ട് മത്സരങ്ങൾ നടക്കാൻ പോകുന്നത്. അപ്പൊ ഇതെല്ലാം ഒരേ ടൈമിലാണ്. ഇന്ത്യൻ സമയം 1:30 പുലർച്ചയ്ക്കാണ് മത്സരം നടക്കാൻ പോകുന്നത്. അപ്പൊ നമുക്ക് ഇതിൽ ഓരോ മത്സരങ്ങളെ കുറിച്ച് നോക്കിക്കഴിഞ്ഞാൽ യൂണിയൻ സെന്റും അറ്റ്ലാന്റയും തമ്മിലാണ് ആദ്യ മത്സരം. യൂണിയൻ സെന്റിന്റെ ഗ്രൗണ്ടിൽ വെച്ചിട്ട് അറ്റ്ലാന്റയാണ്. അപ്പൊ അറ്റ്ലാന്റയ്ക്ക് ഒരു നല്ല ചാൻസ് ഉണ്ട്. കാരണം അറ്റ്ലാന്റ ഇപ്പോ മുമ്പിലാണ്. അതെ, അപ്പൊ അറ്റ്ലാന്റയ്ക്ക് ഈ കളി ജയിക്കുകയാണെങ്കിൽ അറ്റ്ലാന്റയ്ക്ക് ഒരു ചാൻസ് ഉണ്ട്. എന്താ പറഞ്ഞാൽ അവരുടെ ഗോൾ ശരാശരിയും കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ അറ്റ്ലാന്റയുടെ കാര്യം അവർക്കൊരു ചാൻസ് ഉള്ളതാണ്. എന്താ പറയുക, ഇപ്പൊ ഉള്ള പൊസിഷൻ പറഞ്ഞാൽ 13 സ്ഥാനത്താണ്, 13 പോയിന്റ് ആയിട്ട്. ഇപ്പൊ ജയിക്കുകയാണെങ്കിൽ 16 പോയിന്റ് ആകും. ഗോൾ ശരാശരി നോക്കുകയാണെങ്കിൽ 10-9 അവർക്കൊരു 4-5 ഗോളിന്റെ ലീഡിൽ അവിടെ ജയിക്കാൻ കഴിയുകയാണെങ്കിൽ ചിലപ്പോൾ അവർക്ക് ഫസ്റ്റ് ടോപ്പ് 8 കയറാൻ പറ്റും. അടുത്ത കളി നോക്കുകയാണെങ്കിൽ PSG വേഴ്സസ് ബയൺ മ്യൂണിച്ച് ആണ്. ഇതെന്തായാലും പറയേണ്ട, കാരണം ബയൺ മ്യൂണിച്ച് ഓൾറെഡി കയറിയിട്ടുണ്ട്. അതെ, PSVയുടെ ഹോം ഗ്രൗണ്ടിൽ വെച്ച് നടക്കുന്ന മത്സരം. PSV അവസാന മത്സരത്തിൽ പരാജയപ്പെട്ടു. പക്ഷെ അവർ നല്ല പെർഫോമൻസ് ഒക്കെയാണ്. പക്ഷെ ഇപ്പോ PSV കിടക്കുന്ന ടേബിളിൽ എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപാട് പുറകെയാണ്. 22ാം സ്ഥാനത്താണ്. അവർക്ക് ചിലപ്പോൾ ഈ നോക്കൌട്ടിന് വേണ്ടിയിട്ട് അവർക്ക് മത്സരിക്കാൻ പറ്റും. നോക്കൌട്ട് റൗണ്ട് കളിക്കാൻ വേണ്ടിയിട്ടുള്ള അവസരം ഉണ്ടാവും. അടുത്ത മത്സരം നടക്കാൻ പോകുന്നത് PSG വിസസ് ന്യൂകാസിൽ യുണൈറ്റഡ്. PSVയുടെ ഹോം ഗ്രൗണ്ടിൽ വെച്ച് നടക്കുന്ന മത്സരം. ഈ മത്സരം ഒരു കുറെ ടീമുകൾക്ക് ചിലപ്പോൾ ഗുണം ചെയ്യും, കുറെ ദോഷം ഉണ്ടാക്കും. അങ്ങനെ കുറെ ടീമുകൾക്ക് എന്തായാലും ഗുണം തന്നെ ഉണ്ടാവും. എന്താ പറയുക, ഏതെങ്കിലും ഒരു ടീം ജയിക്കുള്ളൂ. ആ ടീം ജയിക്കുന്നതോടുകൂടിയിട്ട് അവര് റൗണ്ട് ഈ 8 കറക്റ്റ് ആയിട്ട് ഒരു പൊസിഷൻ കിട്ടും. അടുത്ത ടീം നോക്കുകയാണെങ്കിൽ ഒരു ടീം താഴെ ഇറങ്ങും. അല്ലെങ്കിൽ സമനിലയായി കഴിഞ്ഞാൽ 2 ടീമും മിക്കവാറും പുറത്തു വരും. ബാക്കിയുള്ള 2 ടീമിന് കയറാൻ പറ്റും. അപ്പൊ PSG-യുടെ മത്സരത്തിൽ ആരാണ് ജയിക്കാൻ ചാൻസ്? ന്യൂകാസിൽ യുണൈറ്റഡ്. PSG-യുടെ ഹോം ഗ്രൗണ്ടിലാണെന്നുള്ള മത്സരം എന്നുള്ള അഡ്വാൻറ്റേജ് PSG-ക്ക് ഉണ്ട്. അപ്പൊ ആരായിരിക്കും ജയിക്കാനുള്ള ചാൻസ്? എനിക്ക് തോന്നുന്നു സമനിലയിൽ അവസാനിക്കുക, അല്ലെങ്കിൽ PSG ജയിക്കും. ന്യൂകാസിൽ യുണൈറ്റഡിന് അത്രത്തോളം എനിക്ക് തോന്നുന്നില്ല PSG ആയിട്ട് മുട്ടിയിട്ട് അവർക്ക് ജയിക്കാൻ പറ്റും തോന്നുന്നില്ല. അതും PSG-യുടെ ഹോം ഗ്രൗണ്ടിൽ ഒന്നിലേക്ക് സമനില, അല്ലെങ്കിൽ PSG ജയിച്ചിട്ട് PSG ഉണ്ടാവും. ഞാൻ ആദ്യം ഒരു സമനില വിചാരിച്ചു. കാരണം സമനിലയാണ് എല്ലാവരും പ്രാർത്ഥിക്കുക. കാരണം എല്ലാവർക്കും. പക്ഷെ ജയിക്കണ്ടേ? മറ്റുള്ള ഇവർക്ക് 2 പേർക്ക് ജയിച്ചാലേ കയറുള്ളൂ. അപ്പൊ എന്തായാലും ജയിക്കാൻ വേണ്ടിയിട്ടുള്ള കളി 2 ടീമും എടുക്കുള്ളൂ. അടുത്ത മത്സരം നോക്കുകയാണെങ്കിൽ അത് വലിയ ഇമ്പോർട്ടന്റ് ഇല്ലാത്ത മത്സരമാണ്. എന്താ പറയുക, ഇവര് ടേബിളിലൊക്കെ ഏറ്റവും അവസാനം കിടക്കുന്നത്. അപ്പൊ അത് ആ മത്സരത്തെ കുറിച്ച് നമുക്ക് കൂടുതലായിട്ട് പറയണ്ട. അടുത്ത മത്സരത്തിലേക്ക് വരികയാണെങ്കിൽ
നെപ്പോളി വിസസ് ചെൽസി മത്സരമാണ്. ഈ മത്സരത്തിന് ഭയങ്കര ഇമ്പോർട്ടന്റ് ഉണ്ട്. എന്താ കാരണം എന്ന് പറഞ്ഞാൽ ചെൽസിക്ക് ഈ മത്സരം ജയിക്കണമെങ്കിൽ നെപ്പോളിയുടെ ഹോം ഗ്രൗണ്ടിൽ പോയി കളിക്കണം. ജയിച്ചു കഴിഞ്ഞാൽ ചെൽസിക്ക് ടോപ്പിലേക്ക് വരാൻ പറ്റും. ഇവിടെ ഹോം ഗ്രൗണ്ട് അഡ്വാൻറ്റേജ് ഉണ്ട്. അതെ, ആ ഒരു കാര്യം തന്നെ ഉള്ളൂ. പക്ഷെ നെപ്പോളി ലീഗിൽ എവിടെ കിടക്കുന്ന ഇതിൽ കിടക്കുന്ന പറഞ്ഞാൽ ടേബിളിൽ കിടക്കുന്ന പറഞ്ഞാൽ ഒരുപാട് താഴെയാണ്. 25ാം സ്ഥാനത്താണ്. അവർക്കും ജയിച്ചാലാണ് അല്ലെങ്കിൽ എലിമിനേറ്റ് ആവും. ഈ കളിയിൽ നെപ്പോളി തോൽക്കണം. അപ്പൊ നെപ്പോളി കൈ മെയ് മറന്ന് കളിക്കും. എന്താ പറഞ്ഞാൽ ഇതിൽ ജയിച്ചാലാണ് അവർക്ക് ഈ ഇതിന്ന് എലിമിനേഷൻ ഒഴിവാൻ പറ്റുള്ളൂ. അടുത്ത മത്സരം നോക്കണെങ്കിൽ മൊണാക്കോ വേഴ്സസ് ജുവന്റസ് ആണ്. മൊണാക്കോ ഇതാ ലാസ്റ്റ് കളി റയലിനൊപ്പം 6-1 എന്താ പറയാ കുഴിച്ചുമൂടി റയല്. അത് കളി നോക്കിയോ, കളി കണ്ടപ്പോ ഭയങ്കര മിസ്റ്റേക്ക്. റയല് പറഞ്ഞാല് റയലിന്റെ ഈ അടുത്ത കാലത്തൊക്കെ റയലിന്റെ പെർഫോമൻസിൽ കിഡിലൻ പെർഫോമൻസ് ആണ്. എന്താ പറഞ്ഞാൽ പ്രസ്സിങ്ങിലൊക്കെ മുമ്പൊന്നും പ്രസ്സിങ് പറയുന്ന സാധനം ഇല്ലാത്ത റയൽ മാഡ്രിഡിന്റെ ആ പഴയ ആ ഒരു ചരിത്രത്തിലേക്ക് തിരിച്ചു വന്ന പോലത്തെ കളികൾ നടത്തിക്കുന്നത് വിനീഷ്യസ് ജൂനിയറിന്റെ ടോപ്പ് ക്ലാസ് പെർഫോമൻസ്. എന്താ പറഞ്ഞാല് കൂകിയ കാണികളെ കൊണ്ട് തന്നെ കൈയടിപ്പിച്ചിട്ടാണ് വിനീഷ്യസ് ഒരു ഗോളും 2 അസിസ്റ്റ് നേടിയ മാൻ ഓഫ് ദി മാച്ച് നോക്കിയിട്ടാണ് പോയിരിക്കുന്നത് ചങ്ങായി. അപ്പൊ മൊണോക്കോനെ ഒന്നും എന്താ പറയുക, മൊണോക്കോന്റെ ഫുൾ മിസ്സിംഗ് ആണ്. ഈ ഡിഫൻസിൽ മുതൽ ഗോൾ കീപ്പർ വരെ പാസ് കൊടുക്കുന്നതൊക്കെ റയൽ മാഡ്രിഡ്. എന്നാൽ റയൽ മാഡ്രിഡിന്റെ പ്രസ്സിംഗ് അത്ര ഗംഭീരമായിരുന്നു. അങ്ങനെ അവർ പോയിട്ട് അപ്പൊ ഇതില് ആരെങ്കിലും ജയിക്കാം എന്തായാലും മത്സരത്തില് ജുവന്റസും മൊണോക്കോ. ജുവന്റസിന് തന്നെ ചാൻസ് എന്താ പറയുക, ജുവന്റസിന് ചാൻസ് പറഞ്ഞാൽ അവർക്ക് 12 പോയിന്റാണ് ഉള്ളത്. അവർക്ക് ഇനി ജയിച്ചിട്ടും 8-ൽ എത്താനുള്ള ചാൻസുകൾ വളരെ കുറവാണ്. മൊണോക്കോയുടെ പൊസിഷൻ നോക്കുകയാണെങ്കിൽ വളരെ താഴെയാണ്. 21ാം സ്ഥാനത്ത് കിടക്കുന്ന അവർ 9 പോയിന്റ് ഉള്ളൂ ഗ്രൂപ്പിൽ. അടുത്ത മത്സരത്തിലേക്ക് നമുക്ക് കിടക്കണമെങ്കിൽ മാഞ്ചസ്റ്റർ സിറ്റി വേഴ്സസ് ഗാലറ്റസറായ് ആണ്. ഗാലറ്റസറായ് മാഞ്ചസ്റ്റർ സിറ്റിക്ക് നിർണായക മത്സരമാണ്. ഗാലറ്റസറായ് ആയിട്ട് എത്ര ഗോൾ ജയിക്കാൻ പറ്റും അത്ര ഗോൾ അടിച്ചു കൂട്ടേണ്ടി വരും. ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ അവരായിട്ട് എന്താണ് ചെയ്യാന്ന് ഒന്നും പറയാൻ പറ്റില്ല. ജയിക്കാൻ പറ്റിയിരിക്കും, പക്ഷെ എന്നാലും ഒരുപാട് ഗോളൊന്നും സ്കോർ ചെയ്യാനുള്ള ചാൻസ് എനിക്ക് കാണുന്നില്ല ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ വെച്ച്. പിന്നെ ഒരു കാര്യമുള്ളത് ഹോം ഗ്രൗണ്ടിൽ വെച്ചിട്ട് നടക്കുന്ന മത്സരം മാഞ്ചസ്റ്റർ സിറ്റിയുടെ. പക്ഷെ ഇപ്പൊ ഹോം ഗ്രൗണ്ട് എവയൊന്നും ഇല്ല. മാഞ്ചസ്റ്റർ സിറ്റിക്ക് ആര് വേണമെങ്കിലും തോൽപ്പിക്കാന്നുള്ള കണ്ടീഷനിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. അടുത്ത മത്സരം നോക്കുകയാണെങ്കിൽ ലിവർപൂൾ വിസസ് കരബാഗ് FK ആണ്. അപ്പൊ ലിവർപൂൾ എന്തായാലും ഇത് സിമ്പിൾ ആയിട്ട് എനിക്ക് അടിക്കാൻ പറ്റുന്നുണ്ട്. സിമ്പിൾ ആയിട്ട് അടിച്ചു കഴിഞ്ഞാൽ ലിവർപൂൾ ടോപ്പിൽ ഉണ്ടാവും. എന്താ പറഞ്ഞാൽ അവർക്ക് 4ാം സ്ഥാനത്ത്. അപ്പൊ ലിവർപൂളിനേക്കാൾ ജയിച്ചാൽ എന്തായാലും കൺഫേം ആയിട്ട് കയറും. അല്ലെങ്കിൽ സമനിലായി കഴിഞ്ഞാൽ പിന്നെ മറ്റുള്ള കളികളുടെ ഗോൾ ഡിഫറൻറ്റ് നോക്കേണ്ടി വരും. അതിന്റെ അടുത്ത കളിക്ക് വരികയാണെങ്കിൽ ഫ്രാങ്ക്ഫർട്ടും ടോട്ടൻഹാം ഹോട്ട്സ്പറും. അതും ഒരു കിടിലൻ മത്സരമായിരിക്കും. ടോട്ടൻഹാം ഹോട്ട്സ്പറിന് നിർണായകമാണ്. എന്താ കാരണം എന്ന് പറഞ്ഞാൽ ടോട്ടൻഹാം ഹോട്ട്സ്പർ എവിടെ നിൽക്കുന്ന അറിയാലോ, 5ാം സ്ഥാനത്ത് നിൽക്കുന്നത്. അപ്പൊ 5ാം സ്ഥാനത്ത് നിൽക്കുന്ന അവർക്കൊരു സമനില അല്ലെങ്കിൽ ഒരു വിജയം. സമനില കിട്ടിയിട്ട് കാര്യം ഉണ്ടാവില്ല, വിജയിക്കാനേ വേണം. അപ്പൊ എന്തായാലും നല്ലൊരു ഫൈറ്റ് കൊടുക്കുന്നു വിചാരിക്കേണ്ട ആര്, നമ്മുടെ ഫ്രാങ്ക്ഫർട്ട് അങ്ങനെയാണ്. പക്ഷെ ഇപ്പൊ പ്രാവശ്യത്തെ ടേബിളിലൊക്കെ ഭയങ്കര ഇതിലേക്ക് കിടക്കുന്നത്. അടുത്ത മത്സരിക്കാൻ ബറൂസിയ ഡോർട്ട്മണ്ട് വിസസ് ഇന്റർ മിലാൻ. ഈ മത്സരത്തിൽ പറഞ്ഞാല് ഇന്റർ മിലാൻ നിർണായകമാണ്. ഇന്റർ മിലാൻ ജയിച്ചു കഴിഞ്ഞാൽ മാത്രം നല്ല സ്കോർ ജയിക്കണം. അതേപോലെ ബറൂസിയക്ക് ജയിച്ചു കഴിഞ്ഞിട്ട് കാര്യമില്ല, അവർക്ക് പിന്നെയും 11 പോയിന്റേ ഉള്ളൂ. അപ്പൊ ഒരു മത്സരം കാഴ്ചവെക്കേണ്ടി വരും. എന്തായാലും നല്ലൊരു ഫൈറ്റ് ഉണ്ടാവും വിചാരിക്കാം. അടുത്ത നോക്കുകയാണെങ്കിൽ ക്ലബ് ബ്രൂജ് വേഴ്സസ് മാർസയാണ്. ഈ കളി രണ്ടുപേരും ഈക്വൽ ആയിട്ടുള്ള ലെവലാണ്. അതെ, അവർക്ക് അതും നല്ല ഫൈറ്റും ഉണ്ടാവും. ഒരു ടേബിളിലും അതേപോലെ തന്നെ കിടക്കുന്നത് ഒരുപാട് താഴേക്കാണ്. 19ാം സ്ഥാനത്തും അതേപോലെ 20ാം സ്ഥാനത്താണ്. പക്ഷെ ഈ 20ാം സ്ഥാനത്തുള്ള കളി അടുത്ത കളി ജയിച്ചാൽ മാത്രമാണ് അവർക്ക് എലിമിനേഷൻ ആവും. അടുത്ത കളി നോക്കുകയാണെങ്കിൽ റയൽ മാഡ്രിഡ് വേഴ്സസ് ബെൻഫീക്കാണ്. ബെൻഫീക്കിന്റെ ഹോം ഗ്രൗണ്ടിൽ വെച്ചിട്ടാണ്. ബെൻഫിക്ക അത് വേറൊരു കാര്യം കൂടി ഉണ്ട്. ബെൻഫിക്കയുടെ കാര്യം നോക്കുകയാണെന്ന് പറഞ്ഞാല് ഈ സീസണിൽ അത്ര നല്ല പെർഫോമൻസ് ഒന്നും അല്ല. 7 മത്സരങ്ങളിൽ 2 വിജയവും 3 സമനിലയും 2 തോൽവിയാണ് വഴങ്ങിയിട്ടില്ല. റയലിന്റെ അടുത്ത് ഒരു സമനില വഴങ്ങിയാൽ കൂടി റയലിന് പണി കിട്ടും. അപ്പൊ ബെൻഫിക്കിന്റെ ഹോം ഗ്രൗണ്ടിൽ വെച്ച് നടക്കുന്ന മത്സരം ആയതുകൊണ്ട് റയലിന് എന്തായാലും കഠിന പരിശ്രമം എടുക്കേണ്ടി വരും അവരുടെ വിജയിക്കാൻ വേണ്ടി. എന്തായാലും വിജയിച്ചിട്ട് അവർ കയറി നോക്കുള്ളൂ. എന്താ പറയുക, മറ്റുള്ള ടീമുകളൊക്കെ ഇപ്പൊ 8ൽ കയറണമെങ്കിൽ നാളെ അടുത്തൊരു കളിയിൽ ആർക്ക് വേണമെങ്കിലും ഈ 8ലേക്ക് എത്താൻ പറ്റും. അതുകൊണ്ട് റയൽ ജയിക്കാൻ തന്നെയാണ് കളിക്കുണ്ടാവുക. എനിക്ക് തോന്നുന്ന ഒരു പോസിറ്റീവായിട്ട് എനിക്ക് തോന്നുന്നു റയൽ തന്നെയാണ് ചാൻസ്. പിന്നെ ബെൻഫിക്ക കഴിഞ്ഞ സീസണിൽ അത്ര നല്ല പെർഫോമൻസ് അല്ല ഇപ്രാവശ്യം കാഴ്ചവെക്കുന്നത്. അടുത്ത മത്സരത്തിൽ നോക്കുകയാണെങ്കിൽ ലെവർകൂസൻ വേഴ്സസ് വില്ലറയൽ. ഇത് കാര്യമില്ല. അത് എന്താണ്, വില്ലറിൽ ഏറ്റവും അവസാനം കിടക്കുന്നു. ലെവർകൂസനും ഏകദേശം എലിമിനേഷൻ അതിൽ കിടക്കേണ്ട എലിമിനേഷന്റെ അവരുടെ ഒരു ടേബിൾ നോക്കി. അപ്പൊ ലെവർകൂസൻ 20ാം സ്ഥാനത്തുള്ളത്. അപ്പൊ അവർക്ക് ഈ കളി ജയിക്കണമെങ്കിൽ എലിമിനേഷൻ ആണ്. മറ്റുള്ള ടീമിന്റെ കാര്യം നോക്കണം. വില്ലാറിൽ 35ാം സ്ഥാനത്താണ്, ഏറ്റവും അവസാനത്തിന്റെ മുകളിലുള്ളതാണ്. അപ്പോ വില്ലാറിന്റെ കാര്യം എന്തായാലും കട്ടപ്പൊക്കെയാണ്. ആകെ 1 പോയിന്റാണ് ഈ സീസണിൽ കിട്ടിയിട്ടുള്ളത്. വില്ലാറിൽ ലീഗിൽ നല്ല പെർഫോമൻസ് നടത്തിക്കൊണ്ടിരിക്കും, ലാ ലീഗിൽ. പക്ഷെ ഇവിടെ ലീഗിൽ മൂന്നാം സ്ഥാനത്തേക്കാണ്. പക്ഷെ ഇവിടെ ഭയങ്കര പ്രോബ്ലമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അടുത്ത മത്സരത്തേക്ക് വരികയാണെങ്കിൽ ബാഴ്സലോണ വേഴ്സസ് കോപ്പൻഹാഗ് ആയിട്ടുള്ള മത്സരത്തിൽ ബാഴ്സലോണയ്ക്ക് ആകെയുള്ള ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ അവരുടെ ഹോം ഗ്രൗണ്ടിലാണ് മത്സരം നടക്കുന്നത് ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്. അവര് വിജയിക്കുക ഒരു 3-4 ഗോളിന്റെ സ്കോറിൽ ലീഡ് ചെയ്ത് ജയിക്കണമെങ്കിൽ പിന്നെ കുഴപ്പമില്ലാതെ ടോപ്പ് 8ലേക്ക് നല്ലപോലെ കയറാൻ പറ്റും. അത് ഈ ഒരു ഓപ്ഷൻ ഉള്ളതെന്ന് പറഞ്ഞാൽ ചെൽസി നെപ്പോളി ആയിട്ടുള്ള മത്സരമുണ്ട്. അതേപോലെ ന്യൂകാസിലും
PSG ആയിട്ടുള്ള മത്സരമുണ്ട്. ഇതൊക്കെയാണ് ബാഴ്സയ്ക്കുള്ള ഒരു ഇത്. പിന്നെ ബാഴ്സയ്ക്കുള്ള ഒരു പ്രശ്നം എന്ന് പറഞ്ഞാല് ഡിജോണും പെഡ്രിയും ഇല്ലാതെയാണ് ബാഴ്സ ഇറങ്ങുന്നു എന്നുള്ള കാര്യമാണ്. അതൊക്കെ സെറ്റാക്കും. അതിന് അൻസിഫ്ലിക്കിന് കണ്ടില്ല ഇന്നലെ പെഡ്രിക്ക് പരിക്ക് പറ്റിയപ്പോ ഭയങ്കര ആകെ സാഡ് ആയിട്ടുള്ള റിയാക്ഷൻ കണ്ടത്. എന്താ പറഞ്ഞാല് ബാഴ്സന്റെ മെയിൻ ആൾക്കാരാണ് ഈ പെഡ്രി, റഫീനിയ, യമാൽ. ഇവരില്ലെങ്കിൽ ബാഴ്സ ഒന്നുമില്ല. എന്താ പറഞ്ഞാൽ ഈ സീസൺ തുടങ്ങുമ്പോൾ കണ്ടാണ് ഇവർ മൂന്നാളും ഒരുമിച്ചില്ലാതിരുന്നപ്പോ ഇന്നലെ യമാൽ ഇല്ലാത്തപ്പോ റഫീനയുടെ പോരായ്മകൾ കണ്ടില്ലേ. അപ്പൊ അതൊക്കെയാണ് നടക്കുന്നത്. അപ്പൊ അടുത്ത മത്സരത്തേക്ക് വരികയാണെങ്കിൽ അറ്റ്ലാന്റിക്കോ വേഴ്സസ് ബോഡോ ഗ്ലിമിറ്റ് മാൻസിറ്റിന് പഞ്ഞി കിട്ടതാണ് 3-1. അതെ, പക്ഷെ അവര് ഈ ചാൻസ് ഒന്നും ഇല്ല കേട്ടോ. അവർക്ക് ബോഡോ ലിമിറ്റിന് വന്നിട്ട് 28ാം സ്ഥാനത്ത് കിടക്കുന്നത്. അവർ അടുത്ത കളി ജയിച്ചാല് 9 പോയിന്റ് ആയിട്ട് എത്രത്തോളം ഈ നോക്കൌട്ട് സ്റ്റേജിലേക്കുള്ള ആ ഒരു ഇതിലേക്ക് 24 എത്തുന്ന ഒന്നും ഉറപ്പില്ല. അപ്പൊ അവര് ജയിക്കാൻ പറ്റുന്ന കളിക്കാം. അറ്റ്ലാന്റിക്കോ മാഡ്രിഡും ടോപ്പ് 8 കയറാൻ സാധ്യതയുണ്ട്. കാരണം അവരും ഒരു ടോപ്പ് 15 അബവാണ്. അതെ, 12ാം സ്ഥാനത്ത് അറ്റ്ലാന്റിക്കോ മാഡ്രിഡ് ഉണ്ട്. അവർ 16 ഗോളുകൾ അടിച്ച് 13 ഗോളുകൾ വഴങ്ങിയിട്ടുണ്ട്. ബാഴ്സലോണ പോലെ തന്നെ ഗോളുകൾ അടിക്കുന്നുണ്ട്, അതേപോലെ വഴങ്ങലുണ്ട്. അവസാനത്തെ കളിയിൽ അവര് സമനില വഴങ്ങിയിട്ടാണ് അവർക്ക് പണി കിട്ടിയത്. അടുത്ത മത്സരം നോക്കുകയാണെങ്കിൽ അറ്റ്ലാന്റിക് ക്ലബ്ബ് വേഴ്സസ് സ്പോർട്ടിംഗ് സിപി. ഈ കളി എന്തായാലും PSG വേഴ്സസ് ന്യൂകാസലിന്റെ പോലെ തന്നെ ആയിരിക്കും. കാരണം ഈ കളി നോക്കുകയാണെങ്കിൽ അറ്റ്ലാന്റിക്കോ ബിലിബാവും പിന്നെ സ്പോർട്ടിംഗ് സിപി രണ്ടുപേരും 15ന്റെ മുകളിലാണ്. അല്ല, പക്ഷെ 15ന്റെ മുകളിലല്ല. അറ്റ്ലാന്റിക് ക്ലബ്ബ് 21ാം സ്ഥാനത്ത് കിടക്കുന്നത്. സ്പോർട്ടിംഗ് സിപി അറ്റ്ലാന്റിക് മാഡ്രിഡ് അല്ല, അത്ലറ്റിക് ക്ലബ്ബാണ്. അപ്പൊ 10ാം സ്ഥാനത്ത് സ്പോർട്ടിംഗ് സിപിക്ക് ജയിക്കുകയാണെങ്കിൽ ഇവർക്ക് 8ലേക്ക് കയറാൻ പറ്റും. അവർക്ക് അത്ലറ്റിക് ക്ലബ്ബിന് വിജയിച്ചു കഴിഞ്ഞാൽ മാത്രം ചിലപ്പോ അല്ലെങ്കിൽ അവർ എലിമിനേറ്റ് ആയിട്ട് പുറത്തു പോകുന്നതായിരിക്കും. കാരണം മറ്റുള്ള ടീമുകൾ ക്ലബ് വർക്ക്സും അതേപോലെ നെപ്പോളി, കോപ്പൻഹാഗൻ ഉണ്ട്. അവരൊക്കെ ജയിക്കുകയാണെങ്കിൽ അവരിങ്ങോട്ട് വരും. അപ്പോ അത് നല്ലൊരു കളിയായിരിക്കും. പിന്നെ അടുത്ത് നോക്കണേ ആഴ്സണൽ വേഴ്സസ് കൈറാറ്റ് അൽമാറ്റി. ആഴ്സണലിന് എന്തായാലും പൊസിഷൻ കിട്ടി. അവരെന്തായാലും അടുത്ത കളി ജയിച്ചിട്ട് 8-8 വിജയിച്ചിട്ടാണ് അവര് കയറുള്ളൂ. അതിൽ യാതൊരു സംശയമില്ല. പക്ഷെ ആഴ്സണലിന്റെ പോക്ക് ഇങ്ങനെയൊക്കെ പോയാലും അവസാനം എന്താവും എന്നുള്ളത് കണ്ടു തന്നെ അറിയണം. അത് കാത്തിരുന്ന് കാണാം. അതിന്റെ അടുത്ത മത്സരം അജാക്സ് ഒളിമ്പിക്കാസോ ആയിട്ടാണ്. ഇതിലിപ്പോ കാര്യമൊന്നുമില്ല. അജാക്സും ഏറ്റവും അവസാനം കിടക്കുന്ന ടീമുകളാണ്. അപ്പൊ നിങ്ങളുടെ അഭിപ്രായത്തിൽ ഏതൊക്കെ ടീമുകളാണ് സെമിഫൈനലിൽ കളിക്കാനുള്ള ചാൻസുകൾ ഉള്ളതെന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അതേപോലെ തന്നെ ഈ സീസണിൽ ആരായിരിക്കും കപ്പടിക്കുന്ന? ആഴ്സണൽ ഫാൻസും റയൽ മാഡ്രിഡ് ഫാൻസും ബാഴ്സലോണ ഫാൻസും ലിവർപൂൾ ഫാൻസും എല്ലാവരും പോരട്ടെ. ചെൽസി ഫാൻസും എല്ലാവരും കമന്റ് ബോക്സ് ചെയ്യുക. ആരാണ് നിങ്ങളുടെ കമന്റ് ബോക്സിൽ ആരാ വിജയിക്കാൻ നമുക്ക് നോക്കാം. അപ്പൊ ഇതോടുകൂടി ഈ വീഡിയോ സർക്കുന്നു. ഫുട്ബോൾ ലോകത്തെ പുതിയ വിശേഷങ്ങളുമായി വീണ്ടും കാണാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.